ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് വീണ്ടും മുഖ്യമന്ത്രി. ഇടതുമുന്നണി യോഗത്തിലും ഘടകകക്ഷികളുടെ ആവശ്യം തള്ളി. ADGPക്കെതിരെ നടപടിയുണ്ടാകില്ല, അന്വേഷണം തീരട്ടെ എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. അജണ്ടയിൽ വെച്ച് ചർച്ച വേണമെന്ന് RJD ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്നാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. ADGP MR അജിത് കുമാറിനെതിരെ വിവാദങ്ങളും ആരോപണങ്ങളും വീണ്ടും ഉയരുമ്പോഴാണ് ADGPയെ സംരക്ഷിച്ച നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണി യോഗത്തിലും സ്വീകരിച്ചത്. യോഗത്തിന് ശേഷവും ADGPക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്നാണ് സൂചന. അജണ്ടയിൽ വെച്ച് ചർച്ച വേണമെന്ന് RJD ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്നാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. അതേസമയം RJD നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അന്വേഷണ ശേഷം മാത്രം നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് CPIയും LDF യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. എന്നാൽ MR അജിത് കുമാറിന് സംരക്ഷണം നൽകി അന്വേഷണം തീരട്ടെ എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ഇവിടെ അൻവർ നൽകിയ പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. ബിനോയ് വിശ്വം, വർഗീസ് ജോർജ്, PC ചാക്കോ എന്നിവർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ശക്തമായി വാദിച്ചു. എന്നാൽ സാങ്കേതികവാദം ഉയർത്തിയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി നൽകിയത്. ADGPയെ മാറ്റാൻ നടപടിക്രമമുണ്ടെന്നും ആരോപണങ്ങളിൽ അന്വേഷണം തീരട്ടെയെന്നും മുഖ്യമന്ത്രി നിലപാട് ആവർത്തിച്ചു. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നത് മന്ത്രിസഭാ യോഗത്തിലും ഇന്ന് ചർച്ചയായിരുന്നില്ല. ജനം, തിരുവനന്തപുരം.